ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി പ്രതിനിധിതല ചർച്ച നടത്തും. യുക്രൈൻ സന്ദർശനം നാളെ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ സിബിഐയുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഇന്ന് സുപ്രീംകോടതിയിൽ. രാജ്യത്ത് നികുതിദായകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇതിലൂടെ നികുതിദായക ശൃംഖല വ്യാപിക്കുകയാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കന്യാകുമാരി ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അറബിക്കടലിൽ ലക്ഷദ്വീപിനോട് ചേർന്ന് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ്. ഇത്തവണ ചന്ദ്രയാൻ 3 ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ISROയിലെ ശാസ്ത്രജ്ഞർക്കാണ് പുരസ്കാരം നൽകുന്നത്. വിഗ്യാൻ രത്ന അവാർഡ് IIST മുൻ ഡയറക്ടർ പ്രൊഫസർ ജി പത്മനാഭന് സമ്മാനിക്കും. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് രാജ്യം നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരം. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇന്ത്യ പോളണ്ട് സൌഹൃദം ദൃഢമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവിധ ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും. പോളിഷ് പ്രസിഡന്റ് ആൻഡ്രോ ഡൂഡയുമായും ശ്രീ മോദി ഇന്ന് സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ഔപചാരിക വരവേൽപ്പ് ലഭിക്കും. പോളണ്ടിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം സമർപ്പിക്കും. പോളണ്ടിലെ വ്യാവസായിക സാമൂഹിക പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും. എല്ലാവരുമായി ബന്ധം സ്ഥാപിക്കാനും എല്ലാവരുടെയും ക്ഷേമവും വികസനവുമാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതെന്നും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് എല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ദശാബ്ദങ്ങളായി മറ്റുള്ളവരുമായി അകലം പാലിച്ചുകൊണ്ടുള്ള നയമാണ് ഇന്ത്യ പിന്തുടർന്നു വന്നിരുന്നത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും പരിഹരിക്കാനാകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. മേഖലയിൽ സമാധാനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. 1992 ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. അതേസമയം RG-കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലിനെ CBI ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നിലവിലെ മെഡിക്കൽ സൂപ്രണ്ട്, വൈസ് പ്രിൻസിപ്പൽ എന്നിവരെയും ചോദ്യം ചെയ്യുകയാണ്. കൊൽക്കത്ത സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത RG-കർ ആശുപത്രിയിലെ ഡോക്ടറുടെ വ്യക്തിഗത വിവരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഇന്ത്യയിലെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഡോക്ടറുടെ വ്യക്തിവിവരങ്ങൾ സംബന്ധിച്ച എല്ലാ പരാമർശങ്ങളും ഫോട്ടോഗ്രാഫുകളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് ചന്ദ്രനെ തൊടുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ പര്യവേഷണത്തിന്റെ സ്വാധീനത്തിന് ഊന്നൽ നൽകിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യം ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ ഇറക്കിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കേവലം ദിനാഘോഷം മാത്രമല്ല, ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ ഭാവി പ്രതിഫലിപ്പിക്കുന്ന ദിനം കൂടിയാണിതെന്ന് ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. നികുതിദായകർക്ക് നൽകുന്ന നോട്ടീസുകൾ ലളിതമായ ഭാഷയിലായിരിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതു സംബന്ധിച്ച നിർദ്ദേശം ആദായനികുതി വകുപ്പിന് നൽകി. ആദായനികുതിയുടെ 165ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി.
വിശദീകരണത്തിന്റെ കാരണവും നോട്ടീസിൽ വ്യക്തമാക്കണമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ നികുതി ഘടന നികുതിദായകരുടെ ആത്മവിശ്വാസം നേടിയിരിക്കുകയാണ്. നികുതിദായകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇതിലൂടെ നികുതിദായക ശൃംഖല വ്യാപിക്കുകയാണെന്നും ധനമന്ത്രി അറിയിച്ചു. ആദായ നികുതിയുടെ 165ാം വാർഷികത്തിന്റെ സ്മരണിക സ്റ്റാമ്പും പുറത്തിറക്കി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് നാഗർകോവിൽ സന്ദർശിക്കും. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം റോഡ് മാർഗം നാഗർകോവിലിലേക്ക് പോയി. ഇന്ന് രാവിലെ നാഗർകോവിൽ അമൃത സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവുമായ ചമ്പൈ സൊരേൻ പാർട്ടി അംഗങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് തീരുമാനമെന്നും ഒരേ ചിന്താഗതിയുള്ള പാർട്ടികളുമായി സഖ്യം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ AI നയങ്ങൾക്ക് അമേരിക്കൻ ടെക് കമ്പനിയായ എൻവിഡിയ പിന്തുണ അറിയിച്ചതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വനി വൈഷ്ണവ്. AI സാങ്കേതിക വിദ്യയെ പരിപോഷിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായും ഇന്ത്യയുടെ പ്രാദേശിക വെല്ലുവിളികൾ നേരിടുന്നതിൽ AI നിർണായകമാണെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വികസനത്തിൽ കരകൌശല മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. ന്യൂഡൽഹിയിൽ 24ാമത് കരകൌശല കയറ്റുമതി അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിൽ റിയാക്ടർ പൊട്ടിത്തെറിച്ച് 7 മരണം. അനകപ്പള്ളി ജില്ലയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എസൻഷ്യ ഫാർമ കമ്പനിയിലായിരുന്നു അപകടം. 30 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ദുഃഖം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ പിണറായി കൺവെൻഷൻ സെന്ററിൽ വയനാട് ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരണത്തിൽ അദ്ദേഹം സംബന്ധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അറബിക്കടലിൽ ലക്ഷദ്വീപിനോട് ചേർന്ന് മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ നാളെ വരെ മത്സ്യബന്ധനത്തിനും മറ്റ് വിനോദ പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി. ബോട്ടുകൾ നിശ്ചിത അകലം പാലിച്ച് സുരക്ഷിതമായി കെട്ടിയിടണമെന്നും തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അസം, മേഘാലയ, ത്രിപുര എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കും. കൊങ്കൺ, ഗോവ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ അടുത്ത 7 ദിവസം ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം സതീഷ് കുമാർ 16ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഡെൻമാർക്ക് താരം പരിക്ക് മൂലം പിൻവാങ്ങിയതോടെയാണ് സതീഷ് കുമാർ അടുത്ത റൌണ്ടിലേക്ക് കടന്നത്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനിയായ 13-കാരിയെ കണ്ടെത്തി. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ താമ്പരം എക്സ്പ്രസിൽ നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തിയത്. പെരമ്പൂരിൽ നിന്നും ഗുവാഹട്ടിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. RPFന് കൈമാറിയ കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് ഉടൻ കേരളത്തിലെത്തിക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പോഷകാഹാര അവബോധ സെമിനാർ ഇന്ന് നടക്കും. പോഷകബലം പ്രാണബലം എന്ന സെമിനാർ രാവിലെ 10 മണിക്ക് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് നടക്കുന്നത്. ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ഇന്ന് സംഘടിപ്പിക്കുന്ന ഉത്രട്ടാതി ആചാര ജലമേളയിൽ 25 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. രാവിലെ സത്രക്കടവിൽ നിന്നാണ് ജലഘോഷയാത്ര ആരംഭിക്കുന്നത്. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഓണം പൂജകൾക്കായി അടുത്ത മാസം 13-ന് വൈകിട്ട് 5-ന് വീണ്ടും നട തുറക്കും. ഭുവനേശ്വർ വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗങ്ങൾക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി ഒഡീഷ സർക്കാരും ആരാധകരും. കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ താരങ്ങൾക്കുള്ള സമ്മാനത്തുകയും കൈമാറി. മലപ്പുറത്തെ നിപ പ്രതിരോധം വിജയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ 42 ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി പ്രതിനിധിതല ചർച്ച നടത്തും. യുക്രൈൻ സന്ദർശനം നാളെ. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ CBIയുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ. രാജ്യത്ത് നികുതിദായകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇതിലൂടെ നികുതിദായക ശൃംഖല വ്യാപിക്കുകയാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കന്യാകുമാരി ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അറബിക്കടലിൽ ലക്ഷദ്വീപിനോട് ചേർന്ന് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.